നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പലരും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് നമ്മുടെ മനസ്സിലേക്ക് അനാവശ്യ ചിന്തകൾ കടന്നു വരുന്നു എന്നത്. അത് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ് ചിന്തിക്കുവാനുള്ള കഴിവ്. പഠനങ്ങൾ പറയുന്നത് ഒരു മനുഷ്യന് ശരാശരി 3000 മുതൽ 1,00,000 ചിന്തകൾ വരെ ഒരു ദിവസം വരാം എന്നുള്ളതാണ്. അത് ശരാശരി സാധാരണ മനുഷ്യൻ 30,000 മുതൽ 40,000 ചിന്തകൾ വരെ വരാം എന്നതാണ്. എന്നാൽ ഓവർ തിങ്കിങ് ചെയ്യുന്നവർ 75,000 മുതൽ 1,00,000 വരെ ചിന്തകൾ വരാം എന്നും പറയുന്നുണ്ട്. നമ്മുടെ ചിന്തകളെ 2 തരത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, പോസിറ്റീവ് ചിന്തകൾ മാത്രം. നല്ല കാര്യങ്ങൾ മാത്രം ആ രീതിയിൽ ഒരുപാട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതും അമിത ചിന്തയാണ്. ചില ആളുകൾക്ക് ഭയങ്കര നെഗറ്റീവ് ചിന്തകളായിരിക്കും. മോശമായ കുറേ ചിന്തകളാണ്, അതും അമിതമായി ഒരു ദിവസം വന്നേക്കാം. ചില ആളുകളുടെ റിപ്പീറ്റഡ് ചിന്തകൾ ആയിരിക്കും. ഒരു കാര്യം തന്നെ ആവർത്തിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക. അവരാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. നമ്മുടെ ചിന്തകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ചിന്തകൾ നമ്മൾ ഉണ്ടാക്കുന്നവയാണ്. നമുക്ക് പോസിറ്റീവ് എന്ന് തോന്നുന്നത് ഒരുപക്ഷെ കാണുന്ന മറ്റൊരാൾക്ക് നെഗറ്റീവ് ചിന്തയായിരിക്കാം. പൊതുവെ അംഗീകരിക്കപ്പെടുന്ന നെഗറ്റീവ് ചിന്തകൾ വേറെയാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്തായാലും ഇത്തരം ചിന്തകൾ എങ്ങനെ നിയന്ത്രിക്കാം എന്നത് പ്രധാനപ്പെട്ട വാക്കാണ്. കാരണം എങ്ങനെ ചിന്തകളെ ഒഴിവാക്കാം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ചിന്തകളെ ഒഴിവാക്കാൻ കഴിയില്ല. അതേ സമയത്ത് നമുക്ക് നിയന്ത്രിക്കാം, കുറയ്ക്കാം. ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യൻ്റെ മനസ്സിനെയും ചിന്തകളെയും വളരെ നിയന്ത്രിതമായി നമ്മളിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നതാണ്. അതിന് വളരെ ശാസ്ത്രീയമായ വഴികളുമുണ്ട്. എൻ്റെ കൈ എങ്ങനെ ചലിക്കണമെന്ന് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും നമുക്ക് നിയന്ത്രിതമാണ്. അതുപോലെ എൻ്റെ മനസ്സിനെയും നിയന്ത്രിക്കാൻ പറ്റിയ നമ്മുടെ ചിന്തകളെയും നിയന്ത്രിക്കാൻ പറ്റും എന്നതാണ്. പക്ഷേ ആളുകളുടെ പ്രശ്നം ഇതൊന്നുമല്ല. ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് നെഗറ്റീവ് ചിന്തകളെ ഓവർലോഡ് കൊണ്ട് തലച്ചോറ് പൊട്ടുന്ന രീതിയിലേക്ക് മാറ്റുകയും എപ്പോഴും മോശമായി ചിന്തകൾ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എല്ലാവർക്കും പ്രശ്നമായി വരുന്നത്. പോസിറ്റീവ് ചിന്തകളല്ല. നമ്മൾ അറിയേണ്ടത് ചിന്തകളില്ലാത്ത ഒരു മനുഷ്യൻ, ചിന്തകളില്ലാത്ത ഒരു ദിവസം, അതൊന്നും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇന്ന് കാണുന്ന ലോകത്തിൻ്റെ സകലമാന വളർച്ചയ്ക്കും എല്ലാ വികസനങ്ങൾക്കും കാരണം ഓരോ മനുഷ്യരിൽ നിന്നുണ്ടായ ചിന്തയാണ്. ലോകത്തിലുണ്ടാകുന്ന ഓരോ വികസനങ്ങൾക്കും പിന്നിൽ മനുഷ്യൻ്റെ ചിന്തയാണ്. വെള്ളത്തിനു മുകളിൽ ചലിക്കാനും ആകാശത്തിൽ പറക്കാനും അങ്ങനെ ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും പിന്നിൽ മനുഷ്യൻ്റെ ചിന്ത തന്നെയാണ്. എല്ലാ കണ്ടുപിടുത്തങ്ങളും നമുക്ക് സമ്മാനിച്ചത് അതൊക്കെ മനുഷ്യൻ്റെ പോസിറ്റീവ് ചിന്തകളിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, മനുഷ്യ ശരീരത്തിന് ഒരു ഭക്ഷണം കൊടുക്കുന്നു, മോശം ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ എന്തെങ്കിലും മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭക്ഷ്യവിഷബാധ സംഭവിച്ചാൽ അസുഖമാവാം, അസ്വസ്ഥതയാവാം. അങ്ങനെ നമ്മൾ അങ്ങോട്ട് കൊടുത്തത് എന്താവും അതിന് അനുസരിച്ചാവും ശരീരം പ്രതികരിക്കുക. മനസ്സിന് കൊടുക്കുന്ന ഭക്ഷണം പ്രധാനപ്പെട്ടതാണ്. നല്ല ഭക്ഷണം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ, മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കും. മനസ്സിൽ കയറ്റിവെച്ച ഭക്ഷണം മോശമാണോ, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ മനസ്സ് പ്രതികരിക്കുക. ഇപ്പോൾ നടന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്തകൾ നല്ലതാണ്. പക്ഷേ നമ്മളെ അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ കഴിഞ്ഞു പോയ കാലത്തെ നമ്മളെ വിഷമിപ്പിച്ച പ്രയാസമായ കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കാം. ഇത് 2 ആണെങ്കിലും ചിന്തകൾ നെഗറ്റീവിലേക്കാണ് നയിക്കുക എന്നത് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ആരോഗ്യത്തെയും ഭാവിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ് ചിന്തകൾ അമിതമായാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ വളരെ പ്രയാസകരമായി മാറുന്നു. ക്രിമിനൽ മെന്റാലിറ്റി വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ തന്നെ ഏറ്റവും നെഗറ്റീവായ വ്യക്തിയായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയാൽ
ആ ചിന്തകൾ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറും. ഒരു പക്ഷേ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ ജീവിതത്തിൽ ഇതിലും വലിയ ഒരു ശത്രു ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൺട്രോൾ ചെയ്താൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ശത്രുവായിരിക്കും എന്ന കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ ചിന്തകൾ സീരിയസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് പോകാതെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ നല്ലത് ചീത്ത നിയന്ത്രിക്കേണ്ടത് എന്ന് ആലോചിക്കലില്ല. അതായത് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക. എന്തെങ്കിലും ഒരു കാര്യം, ഉദാഹരണത്തിന് വീട് പണി നടത്തുക ആണെങ്കിൽ വീട് പണിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സാധനങ്ങൾ, മോഡലുകൾ, അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കും. അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചാൽ അതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ ചിന്ത പിന്നെ നമ്മൾ എന്താണോ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും. സ്വാഭാവികമായി ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെ നെഗറ്റീവായ ചിന്തകൾ, അമിത ചിന്തകൾ നമുക്ക് വരുന്നു, അനാവശ്യ ചിന്തകൾ നമുക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയകാല അനുഭവങ്ങളാണ് സത്യത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത്. ചെറുപ്രായത്തിൽ കിട്ടിയ നെഗറ്റീവ് കാര്യങ്ങളും അന്നുണ്ടായ ദുരനുഭവങ്ങളുമാണ് പിന്നീട് എപ്പോഴും നമ്മുടെ ചിന്തകളിലേക്ക് വരുന്നത്. അതുമാത്രമാവണമെന്നില്ല. കാരണം അങ്ങനെയൊരു കാരണമുണ്ടെങ്കിൽ അതിനെ നമ്മൾ പരിഹാരം കാണണം. നമുക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്നത് ഒരേ സാധനം തന്നെയാണ്. 95% ചിന്തകളും ഒരു ദിവസം സെയിം സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രയാസമുണ്ടാകുന്നത്. നമ്മൾ ഒരേ സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ വീട്ടിലെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ചിന്ത, അത് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അവിടെ വേറെ ഒരു ചിന്ത, മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ വേറെ ഒരു ചിന്ത. അങ്ങനെയാണെങ്കിൽ ആ ചിന്തകൾ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നില്ല. പക്ഷേ രാവിലെ മുതൽ രാത്രി വരെ എല്ലാ ദിവസവും ഒരേ ചിന്തകളാണ് നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതെങ്കിൽ അവിടെയാണ് നമ്മളത് നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യം വരുന്നത്. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കണം എന്ന ദൃഢനിശ്ചയം നമുക്ക് വേണം. ഈ ചിന്തകൾ എന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, എൻ്റെ ജീവിതത്തിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് എന്ന് സ്വയം തോന്നിയിട്ടില്ലെങ്കിൽ പിന്നെ നിയന്ത്രിക്കാൻ പോകേണ്ട കാര്യമില്ല. അങ്ങനെ തോന്നിയ ആളുകൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു പേപ്പർ എടുത്തിട്ട് എന്നെ പ്രയാസത്തിലാക്കുന്ന എൻ്റെ ചിന്തകൾ ഏതൊക്കെ എന്നുള്ളത് ഒന്ന് എഴുതി വയ്ക്കുക. അതിനുമേൽ പിന്നെ ചർച്ചയോ അത് ആലോചിച്ച് പിന്നീട് നിൽക്കേണ്ടയോ കാര്യമില്ല. ചുമ്മാ ഒന്ന് എഴുതി വെച്ച് നിൽക്കുക. എപ്പോൾ ചിന്തകൾ വന്നാലും എഴുതി വയ്ക്കുക എന്നതാണ്. അത് എഴുതിയ ഇവിടെ പറയുന്ന കാര്യങ്ങളിലേക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റും. അതുപോലെ നമ്മളെ അലട്ടുന്ന അനാവശ്യ ചിന്ത, അമിത ചിന്ത, ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ആകട്ടെ, ഇപ്പോൾ കുടുംബത്തിൽ ആരെ എങ്കിലും മരണമാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള പക വീട്ടാനുള്ള ചിന്ത, അതായത് എപ്പോഴും എല്ലാവരോടും പക വീട്ടാനുള്ള ചിന്ത കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ഭയമാണ്. നാളെ എന്ത് സംഭവിക്കും, ഞാൻ എങ്ങനെ പോയാൽ എൻ്റെ കുടുംബം എന്താകും, എൻ്റെ ഭാവി എന്താകും, എൻ്റെ കുട്ടികൾ എന്താകും, അല്ലെങ്കിൽ എൻ്റെ സമൂഹം എന്ത് ആകും, സമുദായം എന്താകും, ഇങ്ങനെയുള്ള ചിന്തകളാണ് ആളുകളെ വലച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, എപ്പോഴാണോ നമുക്കിങ്ങനെയുള്ള ചിന്തകൾ വരുന്ന ഉടനെ തന്നെ ആ സ്ഥലത്ത് നിന്ന് ഇത്തിരി മാറി നിന്നിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ മാറുക എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് ഏത് ചിന്തകളാണ് എങ്കിലും നമ്മുടെ സ്ഥലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് നമ്മുടെ ചിന്ത മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മറ്റൊരു ചിന്തയിലേക്കും മറ്റൊരു പോസിറ്റീവ് ചിന്തയിലേക്കും മാറാനുള്ള അവസരം ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം. എവിടെയാണോ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ആ ശ്രദ്ധ മാറ്റിയിട്ട് മറ്റൊരു ശ്രദ്ധയിലേക്ക്, താല്പര്യമുള്ള മറ്റൊരു വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് മാറ്റാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അടുത്ത ഒരു കാര്യം, എല്ലാ ചിന്തകളും നമുക്ക് വരുന്നത്, പ്രയാസപ്പെടുന്ന ചിന്തകൾ വരുന്നത് മുഴുവനും പാസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ആയിരിക്കാം. പോയ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഭാവി എന്തായാലും വരാനിരിക്കുന്നതാണ്. അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തേണ്ടതാണ്. ഇപ്പോഴാണ് പ്രസൻറ്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ് മറ്റൊരു വഴി എന്ന് പറയുന്നത്. മറ്റ് പഴയത് വന്ന് കഴിഞ്ഞാൽ അത് ആലോചിച്ചിട്ട് കാര്യമില്ല, അത് ഒഴിവാക്കേണ്ടതാണ്. ഭാവിയിൽ വരാവുന്നതാണ്, തനിയെ വന്നോളും. ഇപ്പോൾ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് ആലോചിക്കുക ആണെങ്കിൽ നമുക്ക് ചിന്തകളെ നിയന്ത്രിക്കാം, കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ചില നെഗറ്റീവ് ചിന്തകളെ പെട്ടെന്ന് ഒഴിവാക്കാം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ ഉണ്ടാവുക എന്നതാണ്. ഭയങ്കര നെഗറ്റീവ് ചിന്തകൾ മനസ്സിനെ ഇങ്ങനെ വലച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മാറ്റുക എന്നതാണ്. അത് പിന്നീട് മാറ്റാൻ പറ്റി എന്ന് വരില്ല, അപ്പോൾ തന്നെ മാറ്റുക എന്നതാണ്. ഉദാഹരണത്തിന്, രാവിലെ എഴുന്നേൽക്കുകയും 5 മണിക്ക് എഴുന്നേൽക്കാൻ വേണ്ടി അലറാം വയ്ക്കുകയും ചെയ്തു. അങ്ങനെ അലറാം വെച്ചിട്ട് 5 മണിക്ക് അലറാം അടിക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും ഉണ്ടാകാറുള്ള ഒരു ശീലം എല്ലാവർക്കും ഉണ്ടാകണം എന്നില്ല. ആ സമയത്ത് എഴുന്നേൽക്കുകയും അലറാം അടിക്കുകയും ചെയ്യുന്ന സമയത്ത് 2 ചിന്തകൾ മനസ്സിൽ വരും, ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും. ഒന്ന്, കുറച്ചുകൂടെ ഉറങ്ങാം എന്ന ചിന്ത. 2, 5 മണിക്ക് അലറാം വെച്ചത് എനിക്ക് എഴുന്നേൽക്കാനാണ്, എനിക്ക് എഴുന്നേൽക്കണം. അവിടെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കുക എന്ന് അല്ലാതെ വേറെ ഒരു കാര്യവുമില്ല. ആ സമയത്തുള്ള നെഗറ്റീവ് ചിന്ത കളയാൻ വേണ്ടി പെട്ടെന്ന് തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടും സാഹചര്യങ്ങളുമാണ് നമുക്ക് നെഗറ്റീവ് ചിന്തകൾ തരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ഫ്രണ്ട്സിൻ്റെ സംസാരവും അവരുടെ രീതിയും നെഗറ്റീവ് ആണെങ്കിൽ അത് നമ്മളെ അങ്ങനെ തന്നെ ബാധിക്കും എന്നുള്ളതാണ്. അത് ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഓരോ സാഹചര്യത്തിന് അനുസരിച്ചാണ് നമ്മുടെ ചിന്തകൾ വളരുന്നതും താഴുന്നതും. നമ്മൾ പഠിക്കുന്ന കലാലയം പോലെ നല്ല ഒരു കലാലയത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മുടെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി മാറും. എന്നാൽ മറ്റു ചില കലാലയങ്ങളിൽ എത്തിപ്പെട്ടാൽ നേരെ മറിച്ച് എല്ലാം പരാജയങ്ങളിലേക്ക് എത്തിപ്പെടാനും സാധ്യതയുണ്ട്. നമ്മുടെ ചിന്തകളും ആ കലാലയത്തിലെ സാഹചര്യത്തോടെ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ അവിടെ നമ്മൾ ആരോട് ഇടപെടുന്നു, ഏത് സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടായിരിക്കും അപ്പോൾ നമ്മൾ നല്ല ചിന്തകളോടുകൂടി മുന്നോട്ട് പോകുന്നവരുടെ കൂടെ സഹവസിക്കുക എന്നതാണ് പ്രധാനം. അതുപോലെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റിയ നല്ല ഒരു വഴി എന്ന് പറയുന്നത് നല്ല ശീലങ്ങൾ, നല്ല ഹോബീസ് നിലനിർത്തുക എന്നതാണ്. നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന എന്ത് നല്ല ഹോബീസും നടത്തുന്നതും നല്ലതാണ്. നല്ല നല്ല മ്യൂസിക് കേൾക്കുക, നല്ല നല്ല മ്യൂസിക് തെറാപ്പി നടത്താവുന്നതാണ്. മ്യൂസിക്, വായന, പ്രഭാഷണങ്ങൾ, അങ്ങനെ നമ്മുടെ മനസ്സിന് എന്താണ് സന്തോഷം തരുന്നത് അത് നമുക്ക് കേൾക്കാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല വഴിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യക്തി എത്രത്തോളം ശാന്തമായി ഉറങ്ങുന്നുവോ അത്രത്തോളം അയാൾക്ക് അയാളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയും. ഓവർ തിങ്ക് കൂടുന്ന ആൾക്ക് ഉറക്കം കുറയും. അങ്ങനെ ഉറക്കം കുറയുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ബ്രീത്തിങ് തുടങ്ങിയ വ്യായാമങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ഉറക്കം ക്രമീകരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഉറക്കം ക്രമീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചിന്തകളും ക്രമീകരിക്കാൻ സാധിക്കും. നമ്മുടെ ചിന്തകളെ ക്രമീകരിക്കാൻ മറ്റൊരു വഴി എന്ന് പറയുന്നത് മതവിശ്വാസമുള്ള, ദൈവവിശ്വാസമുള്ള ആളുകൾ ആണെങ്കിൽ വിശ്വസിക്കുന്ന ദൈവത്തെ നല്ല വിശ്വാസം ഉണ്ടാകുകയും നല്ല പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ അവരുടെ ചിന്തകൾ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ കഴിയും.